നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബൃഹദാരണ്യകോപനിഷത്ത് എപ്പിസോഡ് 259. അനന്തരം യാജ്ഞവൽക്യനോട് അരുണപുത്രനായ ഉദ്ദാലകൻ ചോദിച്ചു, യാജ്ഞവൽക്യ, ഞങ്ങൾ മദ്രദേശത്ത് യജ്ഞശാസ്ത്രത്തെപ്പറ്റി അധ്യയനം ചെയ്തുകൊണ്ട് കപിഗോത്രജനായ പതഞ്ജലന്റെ ഗൃഹത്തിൽ താമസിക്കുമ്പോൾ അയാളുടെ ഭാര്യ ഒരു ഗന്ധർവന്റെ ബാധയ്ക്ക് അധീനയായി. ഞങ്ങൾ ആ ഗന്ധർവനോട് ചോദിച്ചു, നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ അഥർവണ കബന്ധനാകുന്നു. ആ ഗന്ധർവൻ കപിഗോത്രജനായ പതഞ്ജലനോടും അദ്ദേഹത്തിൻ്റെ യാജ്ഞികന്മാരോടും ചോദിച്ചു, കാപ്യ, ഇഹലോകവും പരലോകവും സർവഭൂതങ്ങളും ഏത് സൂത്രത്താലാണ് കോർക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിനക്കറിയാമോ? അത് കേട്ട് പതഞ്ജലൻ പറഞ്ഞു, ഭഗവാൻ, എനിക്കറിഞ്ഞുകൂടാ. അവൻ വീണ്ടും കാപ്യനോടും യാജ്ഞികന്മാരോടും ചോദിച്ചു, കാപ്യ, നിനക്ക് ഇഹപര ലോകങ്ങളെയും സമസ്ത ഭൂതങ്ങളെയും ആന്തരമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ അന്തര്യാമിയെ പറ്റി അറിയാമോ? പതഞ്ജലൻ പറഞ്ഞു, ഭഗവാൻ, എനിക്കറിഞ്ഞുകൂടാ. ഗന്ധർവൻ പതഞ്ജലനോടും യാജ്ഞികന്മാരോടും വീണ്ടും പറഞ്ഞു, കാവ്യ, ആ സൂത്രത്തെപ്പറ്റിയും ആ അന്തര്യാമിയെപ്പറ്റിയും അറിയുന്നവൻ ബ്രഹ്മവേത്താവാകുന്നു. അവൻ ലോകമറിയുന്നവനാകുന്നു, ദേവന്മാരെ അറിയുന്നവനുമാകുന്നു, ഭൂതവേത്താവുമാകുന്നു, ആത്മവേത്താവുമാണ്, വേദം അറിയുന്നവനുമാണ്, സർവവും അറിയുന്നവനുമാണ്. അതിനുശേഷം ഗന്ധർവൻ കാപ്യനും യാജ്ഞികന്മാർക്കും സൂത്രത്തെപ്പറ്റിയും അന്തര്യാമിയെപ്പറ്റിയും പറഞ്ഞുകൊടുത്തു. അത് എനിക്കറിയാം യാജ്ഞവൽക്യ. ആ സൂത്രത്തെപ്പറ്റിയും ആ അന്തര്യാമിയെപ്പറ്റിയും ഒന്നും അറിയാതെ സ്വയം ബ്രഹ്മവേത്താവാണെന്ന് ഭാവിച്ച് പശുക്കളെ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങയുടെ ശിരസ് നിലം പതിക്കുന്നതായിരിക്കും. അപ്പോൾ യാജ്ഞവൽക്യൻ പറഞ്ഞു, ഗൗതമ, എനിക്ക് സൂത്രത്തെപ്പറ്റിയും അന്തര്യാമിയെപ്പറ്റിയും അറിയാം. ഉദ്ദാലകൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കറിയാമെന്ന് പൊങ്ങച്ചം പറയാതെ വാസ്തവത്തിൽ അതിനെപ്പറ്റി അറിയാമെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള വിധം എനിക്ക് പറഞ്ഞു തരിക. യാജ്ഞവൽക്യൻ പറഞ്ഞു, ഗൗതമ, വായു തന്നെയാണ് ആ സൂത്രം. വായുവാകുന്ന സൂത്രത്തിലാണ് ഇഹലോകവും പരലോകവും സർവഭൂതങ്ങളും കോർക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മരിച്ച ഒരു വ്യക്തിയുടെ അംഗങ്ങൾ വിശ്രസ്തമായി പോയി എന്ന് പറയുന്നത്. എന്തെന്നാൽ അവൻ വായുവാകുന്ന സൂത്രത്തിലാണ് ഗ്രഥിതമായിട്ടുള്ളത്. അപ്പോൾ അരുണി ചോദിച്ചു, അല്ലയോ യാജ്ഞവൽക്യ, അത് ശരിയാണ്, അത് അങ്ങനെ തന്നെയാണ്. ഇനി അങ്ങ് അന്തര്യാമിയെ പറ്റി പറയുക. ആര് പൃഥ്വിയിൽ വസിക്കുന്നു, ആര് പൃഥ്വിക്കുള്ളിലായിരിക്കുന്നു, ആരെ പൃഥ്വി അറിയുന്നില്ല, പൃഥ്വി ആരുടെ ശരീരമാകുന്നു, ആര് ഉള്ളിലിരിക്കുന്നു, ഇരുന്നു കൊണ്ട് പൃഥ്വിയെ നിയന്ത്രിക്കുന്നു, അതാണ് നിന്റെ ആത്മാവ്. അത് അന്തര്യാമിയുമാകുന്നു, അത് അമൃതവുമാകുന്നു. ഏതൊന്ന് ജലത്തിൽ വസിക്കുന്നു, ആര് ജലത്തിനുള്ളിൽ കഴിയുന്നു, ആരെ ജലത്തിന് അറിഞ്ഞുകൂടാ, ജലം ആരുടെ ശരീരമാകുന്നു, ആര് ഉള്ളിലിരുന്നു കൊണ്ടാണ് ജലത്തെ നിയന്ത്രിക്കുന്നത്, അതാകുന്നു നിന്റെ ആത്മാവ്. അത് അന്തര്യാമിയാണ്, അത് അമൃതമാണ്. ആര് അഗ്നിയിൽ വസിക്കുന്നു, ആര് അഗ്നിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നു, ആരെ അഗ്നിക്ക് അറിഞ്ഞുകൂടാ, ആരുടെ ശരീരം അഗ്നിയായിരിക്കുന്നു, ആര് അഗ്നിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് അഗ്നിയെ നിയന്ത്രിക്കുന്നു, അതാകുന്നു നിന്റെ ആത്മാവ്. അത് അന്തര്യാമിയാണ്, അമൃതവുമാണ്. യാതൊന്ന് അന്തരീക്ഷത്തിൽ വസിച്ച് അന്തരീക്ഷത്തിനുള്ളിലിരിക്കുന്നു, ആരെ അന്തരീക്ഷത്തിന് അറിഞ്ഞുകൂടാ, അന്തരീക്ഷം ആരുടെ ശരീരമാണ്, ആര് ഉള്ളിൽ വസിച്ചുകൊണ്ട് അന്തരീക്ഷത്തെ നിയന്ത്രിക്കുന്നു, അതാണ് നിന്റെ ആത്മാവ്. അത് അന്തര്യാമിയാണ്, അത് അമൃതവുമാകുന്നു. നമസ്കാരം. ബാക്കി അടുത്ത എപ്പിസോഡിൽ.